കർത്താവിൻ്റെ കരുണ നമ്മൾ കാണുന്നത് കരയുന്നവരോടുള്ള കരുണയാണ്. നമ്മൾ പാടാറുണ്ട്, കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്നുള്ള മനോഹരമായിട്ടുള്ള പാട്ട് വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബൈബിളിൽ എത്ര പ്രാവശ്യം ഈശോ കരഞ്ഞിട്ടുണ്ട്? 4 പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, തൻ്റെ ചങ്ക് ഫ്രണ്ടായ ലാസറിൻ്റെ കുഴിമാടത്തിൽ ലാസറിൻ്റെ സഹോദരിമാർ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഹീ വെപ്റ്റ്, അവൻ കരഞ്ഞു എന്നാണ്. പിന്നെ ജെറൂസലേമിനെ നോക്കി കരഞ്ഞു, ഇന്നെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ. ഗത്സേമനിയിൽ കർത്താവ് കരഞ്ഞു, കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ കരയുമ്പോൾ, ബൈബിൾ പറയുന്നു, നീ കരയുമ്പോൾ നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിൻ്റെ ദുഃഖം, നിൻ്റെ കണ്ണുനീര് സന്തോഷമായി ഭവിക്കും. മോനിക്കാമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അംബ്രോസ് പുണ്യാളച്ചൻ പറഞ്ഞു, നിൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിൻ്റെ കണ്ണുനീരിൻ്റെ പുത്രൻ മാനസാന്തരപ്പെടും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ജയഘോഷത്തിന് കൊയ്യുന്നു. ഇങ്ങനെ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും കർത്താവിൻ്റെ ജീവിതത്തിലൂടെ അനുഭവിക്കുന്നതും ഈ കരയുന്നവരോടുള്ള കർത്താവിൻ്റെ കരുണയാണ്, അനുകമ്പയാണ്.